കണ്ണപ്പൻ, മുത്തുവേൽ, ശരവണൻ, പാണ്ഡ്യൻ. സാർ എല്ലാരുമേ പെരിയ ക്രിമിനൽ. എന്നാ സാർ? ഹേയ്, ഒന്നുമില്ല. നാടാരെ സാർ, ഇവരെയൊക്കെ ഇപ്പൊ പറഞ്ഞു വിടണം. എവിടെ നിന്നാണോ പിടിച്ചത് അവിടേക്ക് നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുപോയി വിടണം. എന്നിട്ട് രണ്ടാളും എന്റെ ക്യാബിനിലേക്ക് വരണം സാർ. വരുന്നതിന് മുമ്പ് ഇതുവരെ പഠിച്ച എല്ലാ തിയറികളും മായ്ച്ചു കളയണം മനസ്സിൽ നിന്ന്. സാർ, എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തിയറിയാണ്, അപ്പൻ മേനൻസ് തിയറി ഓഫ് ലോ ആൻഡ് ഓർഡർ. സാർ, വാട്ട് ഇസ് ദിസ്? ഇത് വന്ന് പിരമിഡ് പോലെ ഇருக்கு സാർ. പിരമിഡ് പോലെയല്ല, ദിസ് ഇസ് എ പിരമിഡ്. പക്ഷേ ഇതൊരു സാധാരണ പിരമിഡ് അല്ല. എ മിനിയേച്ചർ ഓഫ് ക്രിമിനലിസം. ക്രിമിനൽ വാഴ്ചയുടെ ഘടനാരൂപം. ഏറ്റവും മുകളിൽ ഒരാൾ ലൈക്ക് ദിസ്, പിന്നെ 2, ശേഷം 4. പെരുകും അതിങ്ങനെ താഴേക്ക് പോകും തോറും. നാടാർ, താൻ എന്റെ മുന്നിൽ കുറച്ചു മുമ്പ് അണിനിരത്തിയ ആ 4 പേരില്ലേ, അവർ ഈ താഴത്തെ നിലയിൽപ്പെട്ടവരാണ്. നോ യൂസ്. ഒരു കാര്യവുമില്ല അവരെ അറസ്റ്റ് ചെയ്തിട്ട്. കണ്ടില്ലേ, അവർ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല, കൊളാപ്സ് ചെയ്തില്ല. ഇതുപോലെയാണ് ക്രിമിനലിസം. താഴത്തെ നിരയിൽ നിന്ന് എത്ര പേർ പോയാലും തകരില്ലത്. പോകുന്തോറും വീണ്ടും വീണ്ടും വന്ന് നിറയും ആളുകൾ, നിറയ്ക്കും അവർ. ഇതിങ്ങനെ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മുകളിലത്തെ ഈ 2 നിരയിൽപ്പെട്ടവർ. സോ നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഒന്നാമനിൽ നിന്ന്. പറയൂ, ആരാണ് ശിവഗംഗയിലെ 16 പേരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായവൻ? ഇയാൾ. Come on, tell me. സാർ, ചെട്ടിയാർ. அவங்க வந்து XMB வரதராஜ செட்டியார். Then നമ്മൾ കാണുന്നു ഈ ചെട്ടിയാരെ. என்னையா இது? அது வந்து வர்க்கர்ஸோட ரெஸ்டிங் ரூம். அதெல்லாம் ஒண்ணும் வேணாயா, வெட்டி செலவு. இது ஸ்பெஷல் எக்கனாமிக் ஜோன். இங்க லேபர் ப்ராப்ளம் எல்லாம் ஒண்ணும் வராது. ஏன்னா இது ஏன் இடம். இங்க எவனும் வந்து ஒண்ணும் புடுங்க முடியாது. என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வர பிரசாதையா இது. ஓம் பாஷையில சொல்ல போனா ஸ்பெஷல் எக்கனாமிக் ஜோன். புரியுதா? ஆமா, அது என்ன ரவுண்டா ஒண்ணு இருக்கு? அது பெட்ரூம் சார். ஸ்விம்மிங் பூல் எல்லாம் இருக்கா? இருக்கு சார். இவனுக்கு எதுக்கு நம்ம இடத்துக்கு வராங்க? ஏதாவது உதவி கேட்டு வந்திருப்பாங்களோ? வாங்க 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 வாங்க. வணக்கம் ஐயா. വണക്കം. உட்காருங்க. ഒക്കാരൻ വന്നതല്ല ചെട്ടിയാരെ, പോകാൻ വന്നതാണ്, കൊണ്ടുപോകാൻ. என்னப்பு சொல்றாரு இவரு? சார், அது வந்து நானே சொல்றேன் செட்டியாரே. Your time is up and from now on you are under the law and here I am the law. ஐயோ, அவர் பேசுற இங்கிலீஷ் புரியல, தமிழ்ல கொஞ்சம் விளக்கமா சொல்ல. அது வந்து உங்களை உள்ள தள்ளறதுக்கு. உள்ளயா? சார், நீங்க துப்பாக்கிக்கு தான் தோட்டா வைக்கிறீங்க, நான் கல்லுக்கே தோட்டா வைக்கிறவன். ஏன் இடத்துக்கே வந்து என்னையே தூக்கு வாங்குறீங்க? அடிச்சே கொன்னுடுவேன். கொல்றதுக்கு உரிமை இருந்துருச்சு சிவகங்கால நடந்த சம்பவத்தோட. இப்ப அந்த உரிமை இல்ல உனக்கு. இனிமேல் ரஸ்ட் தான். உள்ள கிளம்பு. டேய் வாங்கடா, நான் யாருன்னு உனக்கு புரிய வைங்க. ஃபுல் லோட்ல இருக்கேன் செட்டியாரே. இந்த விரல் அழுத்துனா XMB வரதராஜ செட்டியார் எக்ஸ்பயர்ட் என்ன அழுத்தட்டுமா? வேணாம் வேணாம், விட்டு விட்டு. சார் போலாம் சார், போலாம் போலாம் போலாம். Done. The next. Who are they? XMLA ബാലസിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ബാലസിംഗം, കൃഷ്ണമൂർത്തി. We are going for them. இதுதான் XMLA ബാലസിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. വൈഗ, എന്താ? കഴിക്കണ്ടായിരുന്നു. മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ചാൽ ചിലർക്ക് ഇങ്ങനെ. ഇത് അതിന്റെ ഒന്നും അല്ല, നേരത്തെ ഛർദിച്ചു. എനിക്കൊരു സംശയം, ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമുക്കി തുടങ്ങിയോ എന്ന്. യെസ്. വൈഗ, പറ, എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട്? എനിക്കൊരു ബോൾ വേണം, ടെന്നീസ് ബോൾ. എടി നിന്നെ ഞാൻ അവിടെ നിൽക്കാൻ. ഏയ് വൈഗ, അങ്ങനെ ഓടണ്ട. അപ്പം രണ്ടാമത് നല്ലതല്ല. വേണ്ട. അപ്പേട്ടാ
നമസ്കാരം. ഞങ്ങൾ നാട്ടിൽ നിന്നാ, കേരളത്തിൽ നിന്ന്. ഞങ്ങൾക്ക് അപ്പൻ മേനോനോടൊന്ന് സംസാരിക്കണം. സ്ട്രേറ്റ് ടു ദി പോയിന്റ്. XMB വരദരാജ ചെട്ടിയാർ, XMLA ബാലസിംഗം, യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി, മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത അപ്പൻ മേനോന്റെ നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത്. മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാമ്പിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും. പക്ഷേ മേന്നെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഡീൽ ഉറപ്പിക്കാൻ, റെഡി ക്യാഷ് കച്ചവടം നടത്തി ദോസ്തിയാവാൻ. എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക്. എത്ര ചോദിച്ചാലും തരും. പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും. ശിവഗംഗ, അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അബോർട്ട് ചെയ്യണം, ഉദരത്തിൽ വെച്ച് തന്നെ. ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ്, പാടില്ലായിരുന്നു. പക്ഷേ അവരാ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം? കൊല്ലണം, കൊന്നു തന്നെ തീർക്കണം. ജീവന്റെ അവകാശം സ്റ്റേറ്റിന്, അത് പഴയ സങ്കല്പം. ഇപ്പൊ അത് നിങ്ങൾക്കാണ്, അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ. ലുക്ക് മിസ്റ്റർ മേനോൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി. ഇതിൽ ദേശഭേദങ്ങളില്ല. നല്ലതാണ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക്. അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ഇന്ത്യ. ദേശഭേദങ്ങളില്ല. കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ, അതും നല്ലത്. ഒരാളും സംശയിക്കില്ല. അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ. ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ്. രാജ്യത്തിന്റെ വികസനം, ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. ചോദിച്ചോളൂ, ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത്? അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ. സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുവിറ്റ് നിങ്ങൾ നേടുന്ന കമ്മീഷൻ, സിംഗൂരും നന്ദിഗ്രാമും പിന്നിപ്പോ ശിവഗംഗയും. ഒന്നല്ല, 16 കുട്ടികളാണ് അനാഥരായി പോയത്. നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ്. മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം. കാലവുമായി സന്ധി ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ്. ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ. ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ. കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? അതൊന്നും താൻ അറിയണ്ട. തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു. ഇനിയെല്ലാം വിധി പോലെ വരും. ഞങ്ങളുടെ അല്ല, തന്റെ. കാണാം. കാലം ഇനി അങ്ങനൊരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ. പേടിച്ചു പോയി. ഒന്നുമില്ല വൈദ്യ, അവര് വെറുതെ. വൈക, നീ അകത്തു പോ. വൈക മാറ.
விட்டுடு. இந்த சாவடிக்க சொல்ல ஸ்டீஃபன் சார். அரசியல்வாதிங்க கிட்ட விளையாடினா இப்படித்தான் நடக்கும். ஜாக்கிரதை. ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ, സൈക്യാട്രിസ്റ്റ്, ശിവഗംഗ. ഇതാണ് എന്റെ ഹോബി. സിനിമ കാണും. തമിഴ് സിനിമയുടെ ഒരു സ്ട്രോങ് ഫാനാണ് ഞാൻ. ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഈ സ്ഥാനലബ്ധിയിൽ ആരോടാണ് നന്ദിയും കടപ്പാടും? മറ്റു ഡോക്ടർമാരോട്. അവർ പിന്നിൽ പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇമോഷൻസ് അതടക്കി വെക്കരുത്, പ്രകടിപ്പിക്കണം. എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത്. അത്തരക്കാരുടെ നിലപാടിനെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു. ദേഷ്യം വരുമ്പോ ദേഷ്യപ്പെടണം, സങ്കടം വരുമ്പോ കരയണം, സന്തോഷം വരുമ്പോ തീർച്ചയായിട്ടും ചിരിക്കണം. മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല, അത് പ്രകടിപ്പിക്കുമ്പോഴാണ്. ടെലികാസ്റ്റിംഗ് ഡേറ്റ് വിളിച്ചറിയിക്കാം. വേണ്ട, ഞാൻ TV പ്രോഗ്രാംസ് കാണാറില്ല, ഓൺലി സിനിമ. അപ്പൊ കാണാം. ഓക്കെ ഡോക്ടർ. പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. പേഷ്യന്റ് അല്ല. അല്ല, നോവലിസ്റ്റ് ആണ്. അപ്പോ പേഷ്യന്റ് ആണ്. വാ വാ. അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണല്ലേ? യെസ്. വൈകിയുടെ മരണം ഉണ്ടാക്കിയ ഷോക്ക് അത് അപ്പൻ മേനോനെ ഏത് രീതിയിൽ ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക്. വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ മേനോൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയ അപ്പൻ മേനോനെ കുറിച്ച്. പേഷ്യന്റായ അപ്പൻ മേനോനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ കാണാമെന്ന അപ്പൻ മേനോന് ഒരസുഖമില്ലായിരുന്നു. ഡോക്ടർ, ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ, പറ്റുന്നില്ല. ബെഡ്റൂമിൽ, കിച്ചണിൽ, യാത്രയിൽ, ഓഫീസിൽ എല്ലായിടത്തും ഒപ്പമുണ്ട് വൈക. ഡോക്ടർ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ്. ആൻഡ് ഐ ആം എ പേഷ്യന്റ്. എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ആ ഏറ്റുപറച്ചിൽ. കുഴപ്പമുണ്ടെന്ന് തോന്നി തന്നെ ഞാൻ പരിശോധിച്ചത്. പക്ഷെ അത്ഭുതം,
ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനിൽ ഞാൻ കണ്ടത്. നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടമൊഴിച്ചാൽ ഹി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. വൈക കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പ. അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകയ്ക്ക്. ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ വൈകയെ? അതെ അതെ, ഒരുപാട്, ഈ പ്രപഞ്ചത്തോളം. പക്ഷെ കൊണ്ടുപോയി കാലം, ടൈം. 2 ദിവസം കഴിഞ്ഞ് അപ്പൻ പോയി. പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാ. ഏടുകൊണ്ടലവാട വെങ്കട്ടരമണ ഗോവിന്ദ. തിരുപ്പതിയിലാണ്. അവിടെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച. തീർത്ഥാടനം? അതെ, എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി. മനസ്സ് ശാന്തമല്ലേ, പിന്നെന്തിനായിരുന്നു യാത്ര? വൈക പറഞ്ഞു. പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം. കൃത്യമായ ഉത്തരം എനിക്കറിയില്ല. ഡോക്ടർക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ചോദിച്ചോളൂ. കൊലപാതകം പാപമാണ്, പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ? യെസ്, ഞാനത് ചെയ്തു ഡോക്ടർ. XMB വരദരാജ ചെട്ടിയാർ. XMLA ബാലസിംഗം. യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി. ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ? അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം. ഇപ്പൊ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ്. ഡോക്ടർ, യാത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത്. ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക്. അവിടെ അവരുണ്ട്. കൃഷ്ണൻ നമ്പ്യാർ, സുലൈമാൻ സാഹിബ്, ദാമോദരൻ കർത്ത, പിന്നെ സ്റ്റീഫൻ കുര്യച്ചൻ. Their time is up. അപ്പോ അതെ, അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കൊലപാതകം ചെയ്യുന്നത് പാപം, പക്ഷെ കൊലപാതകികളെ കൊല്ലുന്നതോ? ഞാൻ അപ്പന്റെ കൂടെയാ. ഒരു തെറ്റുമില്ല അയാൾ ചെയ്തതില്. കൊലപാതകം പാപം, കൊലപാതകികളെ കൊല്ലുന്നതും പാപം. എന്റെ പക്ഷം അതാണ്. Attack is not the best defense. Ahimsa is the best defense, the only defense. മുമ്പ് തെളിയിച്ചിട്ടുണ്ട് കാലം, ഇന്നും തെളിയിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോ അതൊരു കഥാപാത്രത്തെ പിന്തുടർന്നുള്ള യാത്രയായിരുന്നു. ഇവിടുന്ന് പോകുന്നത് ഒരു കൊലയാളിയെ തേടിയാണ്. അപ്പൻ മെനോൻ ഈസ് എ ക്രിമിനൽ.